ഹായ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ഒരു തമിഴ് സസ്പെൻസ് ത്രില്ലർ സിനിമയായിരുന്നു ഫൈൻഡർ പ്രൊജക്ട് 1 എന്നുള്ളത്. ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രം ഇപ്പോൾ ആഹാ തമിഴിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഒരു കഥാഗതിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ രണ്ട് സുപ്രധാന കഥാപാത്രങ്ങൾ, അവർ നായിക നായകൻ കൂട്ടിക്കോ, അവർ ക്രിമിനോളജിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ ഇവർ പെട്ടെന്നൊരു ഏജൻസി തുടങ്ങുകയാണ്. ആ ഏജൻസിയുടെ ലക്ഷ്യം എന്നുള്ളത്, അല്ലെങ്കിൽ ഏജൻസി എന്നുള്ളത് ഒരു ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. അപ്പോൾ അവരെന്ത് തരത്തിലുള്ള കേസുകളാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സാഹചര്യവശാൽ പെട്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ ചില ക്രൈംസിലൊക്കെ പെട്ടുപോയിട്ട് ഇങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കേസ് ഏറ്റെടുത്തിട്ട് ഇവർ റീഓപ്പൺ ചെയ്ത് യഥാർത്ഥ പ്രതികൾ ആരെന്ന് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഈ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളെ റിലീസ് ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത്. അങ്ങനെ ഇവരുടെ കൈകളിലേക്ക് ആദ്യത്തെ ഒരു കേസ് കിട്ടുകയാണ്. ആ കേസ് എന്നുള്ളത് ഇതാണ്: പീറ്റർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രം ആളൊരു മർഡർ ചെയ്തു, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്തു എന്നുള്ളൊരു പേരിൽ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ അവകാശപ്പെടുന്നത് എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു കൊലയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അച്ഛനെ പെടുത്തിയതാണെന്നുള്ളതാണ് മകൾ അവകാശപ്പെടുന്നത്. എന്തായാലും ഈ ഒരു കേസ് നമ്മുടെ ചിത്രത്തിലെ നായകനും നായികയും ഏറ്റെടുത്തിട്ട് റീഓപ്പൺ ചെയ്യാണ്. ശേഷം അവരന്വേഷിച്ച് യഥാർത്ഥ പ്രതി ആരാണ്, എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ തന്നെ വളരെ സസ്പെൻസ്ഫുള്ളായി കാണിച്ചു തരുന്നതായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. ഈ സിനിമ ഞാൻ പറഞ്ഞു ബേസിക്കലി ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് സിനിമയുടെ കഥാപരിസരത്തിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യാവസാനം ഈ സസ്പെൻസ് എന്ന് പറയുന്ന കാര്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് തന്നെ, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ പീറ്റർ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഇതിൽ പെട്ടത്, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതി ആരാണ് എന്നൊക്കെ നമുക്കറിയാൻ വേണ്ടിയുള്ള ഒരു ത്വര തീർച്ചയായിട്ടും ആ ഒരു കഥാപരിസരം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ പ്രകടനങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അത് ചില പ്രകടനങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, നായകൻ, രണ്ട് ഡിറ്റക്റ്റീവ്സ്, അതിൽ നായകൻ്റെയൊക്കെ പ്രകടനം ഒരുപാട് മികച്ചതാക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എങ്കിലും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞ പോലെ പീറ്റർ എന്ന് പറയുന്ന ആ ഒരു കൊല ചെയ്തു എന്ന് പറയുന്ന ആളായിട്ട് എത്തുന്നത് നമ്മുടെ ചാർലിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനമാകട്ടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകള് റൂബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന കൊച്ചുകുട്ടിയാകട്ടെ, അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ആ നായിക കഥാപാത്രമായിട്ട് എത്തുന്നത് ധരണി റെഡ്ഡി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സാണ്. പുള്ളിക്കാരത്തിൻ്റെ പ്രകടനമായിട്ട് അങ്ങനെ കുറച്ച് ഇമ്പ്രൂവ്, അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മളെ ഇമ്പ്രസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കുറച്ച് പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല. എസ്പെഷ്യലി ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നുള്ളത് ഒരു ആവറേജിൽ തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക്, അതും പശ്ചാത്തല സംഗീതവും കാര്യങ്ങളൊക്കെ തന്നെ ചിലയിടങ്ങളിൽ നല്ല രസമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അത് ആ ത്രില്ലിംഗ് കഥാപരിസരമൊക്കെ തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി ആ ഒരു മ്യൂസിക് വർക്കിനൊക്കെ പല രീതിയിലും പലപ്പോഴും സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനിമയെ മൊത്തത്തിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് പറയാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോകാൻ പറ്റുമെങ്കിൽ തരക്കേടില്ലാത്ത ഒരു ത്രില്ലർ സിനിമ കണ്ട് തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഫൈൻഡർ പ്രൊജക്ട് 1 എനിക്ക് പറയാനുള്ളത്. സിനിമയുടെ ഒരു പ്രധാന ഡ്രോബാക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ 1-2 ഡ്രോബാക്സ് എന്നുള്ളത് ചിത്രത്തിൻ്റെ കഥ തിരക്കഥയിലൂടെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിലും ചെറിയ രീതിയിൽ വീക്കായി പോകുന്ന പോലുള്ള ഒരു ഫീൽ വരും. എസ്പെഷ്യലി ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആരാണ് കൊലയാളി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ള ആദ്യമൊക്കെ നല്ലൊരു ത്വര സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സോട് എടുക്കുമ്പോഴത്തേക്ക് അത് പതിയെ കുറഞ്ഞു പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അത് തീർച്ചയായിട്ടും തിരക്കഥ കുറച്ചുകൂടി ക്ലൈമാക്സ് ഒക്കെ ബെറ്റർ ആക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നുള്ളൊരു കാര്യം കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു. എസ്പെഷ്യലി ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി വർക്കാകട്ടെ, അല്ലെങ്കിൽ എഡിറ്റിംഗ് വർക്കാകട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആക്കുകയായിരുന്നെങ്കിൽ കാഴ്ചയിൽ സിനിമ കുറച്ചുകൂടി ബെറ്റർ ഒരു എക്സ്പീരിയൻസ് ആയി മാറിയേനെ. അതുപോലെ തന്നെ ചില പ്രകടനങ്ങൾ അത് കുറച്ചുകൂടി റീപ്ലേസ് ഒക്കെ ചെയ്ത് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൊടുക്കുകയായിരുന്നെങ്കിൽ അതും ആ ഒരു രീതിയിലും കുറച്ച് ബെറ്റർ ഒരു എക്സ്പീരിയൻസ് ആയേനെ. പിന്നെ സിനിമയുടെ ഡബ്ബിങ്ങിലാണെങ്കിലും പലയിടങ്ങളിലും കുറച്ച് കല്ലുകടിയൊക്കെ ആയിട്ട് തോന്നി, അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെയാണ് സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോകാൻ പറ്റുകയാണെങ്കിൽ തരക്കേടില്ലാത്ത ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണാം, ഒരു ആവറേജ് ടൈപ്പുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ വലിയ മാരകമൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ തീർത്തും അങ്ങോട്ട് അലമ്പൊന്നും പറയുന്നില്ല. ഇതിനൊക്കെ ഇടയ്ക്കേട്ടൊക്കെ വയ്ക്കുന്ന തരത്തിലുള്ള സിനിമകളുണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ വെക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ആണ് 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10/6/5. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവെച്ചേക്കാം. പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാം, യാതൊരു വിധത്തിലുള്ള 18+ കണ്ടന്റ് അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ബൈ.